Manera's ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഡേറ്റ്സ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഇപ്പം ആദ്യമായിട്ട് എടുക്കേണ്ടത് കുറച്ച് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് നിങ്ങൾക്കറിയാം, ചൈന ഗ്രാസ് എന്നോ അഗർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതായത് നമുക്ക് ഷോപ്പിലെല്ലാം ഈസി ആയിട്ട് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ചൈന ഗ്രാസ് എന്നോ അഗർ എന്നോ പറയണതാണ്. ഇത് അൺഹെൽത്തി ഒന്നും അല്ല ഹെൽത്തിന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പേടിക്കാതെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് പാക്കറ്റിൻ്റെ അകത്ത്. ഞാൻ ഇതിൽ കുറച്ച് കട്ട് ചെയ്തത് ഒരു 50 ഗ്രാംസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 260 ആണ്. അതിൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഒരു 50 ഗ്രാംസ് ഞാൻ കട്ട് ചെയ്ത് സിസേഴ്സ് വെച്ച് നിങ്ങൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഈ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. തണുത്ത വെള്ളമാണ്, ചൂടുവെള്ളമല്ല. ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഒരു 1/2 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ചൂടാക്കാം. 1/2 ലിറ്ററാണ് കറക്റ്റായിട്ട്. 1/2 ലിറ്റർ അല്ലെങ്കിൽ 2 കപ്പ്. ഇതൊന്ന് തിളയ്ക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ചൂടാകട്ടെ. പാല് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഒരു 25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു 25 ഡേറ്റ്സ് എടുത്ത് കുരു കളഞ്ഞ് ഞാൻ കുരു കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമുക്കിത് പാല് തിളയ്ക്കണ്ട, ചൂടായിട്ട് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, ഞാൻ 25 ഡേറ്റ്സ് ആണ് സീഡ് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇത് തിളയ്ക്കുന്ന മുമ്പിലാണ് ആഡ് ചെയ്യണത്. കുറച്ചുകൂടെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നെല്ലാം ഒന്ന് മിക്സ് ആയിട്ട്. എനിക്ക് ചൈന ഗ്രാസും ഒരു 15 മിനിറ്റ്സ് പോലെ ആയിട്ടുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഡേറ്റ്സ് ആഡ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം ഒന്ന് ഞാൻ ഇപ്പം ഡേറ്റ്സ് ചോക്ലേറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ 2 ചോക്ലേറ്റ് ഇട്ടാലും മതിയാകും. ഇതൊന്ന് ലൈറ്റായിട്ട് തിള വന്നിട്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ലൈറ്റായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുകയാണ്. നിങ്ങൾ 2 ചോക്ലേറ്റ് ഇട്ടാലും മതിയാകും. നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഷുഗർ ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പോലെ ഷുഗർ ഇട്ടാൽ മതിയാകും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാനിപ്പം ഷുഗർ ആഡ് ചെയ്യണില്ല, ഡേറ്റ്സ് മാത്രമാണ് ചെയ്യണം. നിങ്ങൾ കുഴപ്പമില്ല, ഒരു കുറച്ച് മധുരം വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മധുരം ആഡ് ചെയ്യാം. പക്ഷേ മധുരം ഇതിൽ ലൈറ്റായിട്ടേ കാണുള്ളൂ, ഒട്ടും കാണത്തില്ല. നിങ്ങൾക്കറിയാം, ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം കുറയും നമുക്ക് ഇപ്പോൾ ഇരിക്കണതൊക്കെ. അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒരു 25 ഡേറ്റ്സേ ഉള്ളൂ, അതിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മധുരം വേണമെങ്കിൽ അല്പം കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമുക്ക് ഇത് ഇത്രയും മതി, തിക്കാകേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മധുരം ആവശ്യമുണ്ടെങ്കിൽ അല്പം മധുരം ആഡ് ചെയ്യുക. ഇത് തണുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മധുരം കുറയും. നിങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്പം മധുരം ആഡ് ചെയ്യുക. കുട്ടികളുള്ളവർ മധുരം ആഡ് ചെയ്യണതാണ് നന്നായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തണുത്തിട്ട് മിക്സിയിൽ വെച്ച് അടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ്. ഒരു ലൈറ്റായിട്ട് കട്ടിയായിട്ടുണ്ട്. നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾ ചൂടോടെ അടിക്കാൻ പറ്റുന്ന മിക്സി ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൽ അല്പം ചൂടോടെ അടിക്കണതാണ് നല്ലത്. എൻ്റെ മിക്സി ചൂടോടെ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തണുത്തിട്ട് അടിക്കണതായതുകൊണ്ട് ഞാൻ ഇതിലിപ്പോൾ ഒഴിച്ച് അടിക്കാൻ പോവാണ്. അടിച്ചിട്ട് കാണിക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഡേറ്റ്സ് പുഡിംഗ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിൽ. ഇതിൽ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇനി സെറ്റ് ചെയ്യാൻ വെക്കണം. എന്തെങ്കിലും ഒരു ബോക്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഇപ്പം ഞാനിത് ഐസ്ക്രീം വാങ്ങിച്ച ഒരു ബോക്സ് ആയത് കറക്റ്റ് ഷേപ്പ് ആയതുകൊണ്ട് ഇത് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ബൗൾ എടുത്ത് അതിൽ സിൽവർ ഫോയിൽ ക്ലോസ് ചെയ്ത് വെച്ചാലും മതി. ഇതിൽ എനിക്ക് കവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഗ്ലാസ് ബൗൾസ് എടുക്കാത്തത്. ഞാൻ ഈ ബൗളിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. താഴെ കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മുകളിൽ കാഷ്യൂനട്ട് കൂടെ ഇട്ടിട്ടുണ്ട്, ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയാണ്. ഞാൻ ഒരു ചെറിയ പേപ്പർ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യണത്. അല്ലെങ്കിൽ സംടൈംസ് ഐസ് ക്യൂബ്സ് ഇത് മുകളിൽ ഒരു വെള്ളം പോലെ ഇരിക്കും, അതുകൊണ്ടാണ്. ചെറിയ സിൽവർ ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണമായാലും കുഴപ്പമില്ല. നമുക്കിനി അടച്ച് ഒരു ഫ്രീസറിലാണെങ്കിൽ 3 hours വയ്ക്കാം. നിങ്ങൾ താഴത്തെ ഇതിൽ വയ്ക്കണമെങ്കിൽ ഒരു 5 hours വയ്ക്കേണ്ടിയിരിക്കും. അപ്പോൾ ഫ്രീസറിലാണെങ്കിൽ എളുപ്പത്തിൽ വേഗം വേണമെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കുക. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കാണിക്കാം. ഞാൻ
കുറച്ച് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് കുറച്ച് ഈ ഷുഗർ ബാൾസ് ഇട്ടിട്ടുണ്ട്. ഇത് ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലിപ്പോൾ ഷുഗർ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ, അതായത് കുട്ടികളുള്ളവർ ഷുഗർ യൂസ് ചെയ്യണത് കുഴപ്പമില്ലാത്തവർ എന്തായാലും ഒരു 1/4 കപ്പ് ഷുഗർ അല്ലെങ്കിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് രണ്ടിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ തന്നെ ഇത് നല്ല മധുരം ഉണ്ടാകും. ഇതിപ്പോൾ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകണില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ്സ് അല്പം കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റാണ് ഇത്. നല്ല കറക്റ്റായിട്ട് നല്ല പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് ഇത്. നമുക്ക് ഒരു പാടും ഇല്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ഈ ചൈന ഗ്രാസ് ആണെങ്കിൽ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കാം എപ്പോഴും. അത് വലിയ വിലയല്ല, കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10-20 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെയും അങ്ങനെയാണ്, ഗൾഫിലൊക്കെയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾ ഈ ഡ്രൈ ഡേറ്റ്സ് മാത്രമല്ല ഫ്രഷ് ഡേറ്റ്സിലും ഉണ്ടാക്കാം. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് ഫ്രഷ് ഡേറ്റ്സ് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രഷ് ഡേറ്റ്സിലും ഉണ്ടാക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് കണ്ട, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.